Welcome to Dots Academy. നമുക്കിന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2019 നടന്ന എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. അന്ന് നിങ്ങൾക്കറിയാം, അന്ന് 30 ക്വസ്റ്റ്യൻസ് മാത്രമാണ്, 30% മാത്രമാണ് ഇംഗ്ലീഷിൽ നിന്നും വരുന്നത്. So we'll discuss the 30 questions. First question, pick the word that is spelled incorrectly. അപ്പോൾ തെറ്റായ സ്പെല്ലിംഗ് ഏതാണോ അത് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്ലേറൈറ്റ്, മിലേനിയം, കരീബിയൻ, ലിയൈസോൺ. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് കരീബിയൻ ആണ്. കാരണം കരീബിയന് 2 ബി ആണ് വരുന്നത്. കരീബിയന് 2 ബി ആണ് വരുന്നത്. സോ ഇറ്റ് ഇസ് CARIBBEAN, കരീബിയൻ. അതിനോടൊപ്പം തന്നെ ലിയൈസോൺ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഇറ്റ് ഇസ് IAI. മിലേനിയം LL and NN. പ്ലേറൈറ്റ് ഓൾസോ, പ്ലേറൈറ്റിൽ ഒരു W ഉണ്ടെന്നുള്ളത്. Second question, may I dash? Complete the question choosing from the options given. Options: entry, enter, entree, entered. മേയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്. യു മേ എൻറ്റർ എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ബേസ് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻറ്റർ. എൻറ്റർ. ഓൺട്രേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി മെയിൻ കോഴ്സ് ഓഫ് എ മീൽ. ഒരു മീലിന്റെ മെയിൻ കോഴ്സ് ആണ് ഓൺട്രേ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ മീൻസ് ദ റൈറ്റ് ടു എൻറ്റർ എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു അവകാശത്തെ നമുക്ക് ഓൺട്രേ എന്ന് പറയാം. Now we move on to the third question. His family depends entirely dash him. Options: with, in, on, at. ഡിപ്പെൻസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ആണ്. His family depends entirely on him. Now let us see the fourth question. He has a liking for sweet food. That is, he has a sweet dash. Options: tongue, mind, tooth, appetite. So liking for sweet food. Sweet food നോടുള്ള ഇഷ്ടം നമ്മൾ പറയുന്നത് യൂസേജ് ഇങ്ങനെയാണ്. He has got a sweet tooth എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ പ്രയോഗം. യൂസേജ് അങ്ങനെയാണ് വരുന്നത്. He has a sweet tooth. So if somebody says that he or she has a sweet tooth, അതിനർത്ഥം മധുരമുള്ള പലഹാരം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. അടുത്തത് ഫിഫ്ത് ക്വസ്റ്റ്യൻ. There aren't dash oranges. There aren't നെഗറ്റീവ് സെന്റൻസ് ആണ്. We have to go for any. Options: any, little, some, few ആണ്. any ആണ് വരുന്നത്. There aren't any oranges. Sixth question. Dash he is wealthy, he does not waste money. Options നോക്കാം. despite, in spite of, although, yet. So despiteും ഇൻസ്പൈറ്റും വരില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തുടക്കം ഇങ്ങനെയല്ല. despite being wealthy നോ in spite of being wealthy നോ ആയിരിക്കണം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓൾദോ ആണ്. വെൽതി ആയിരുന്നിട്ട് പോലും, ഓൾദോ ഹി ഈസ് വെൽത്തി, ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി. വെൽതി ആയിരുന്നിട്ട് പോലും ഹി ഡസ് നോട്ട് വേസ്റ്റ് മണി എന്നുള്ളതാണ്. യെറ്റ് ഇവിടെ കറക്റ്റ് ആവില്ല. യെറ്റ് ഹി ഈസ് വെൽത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ദ ഫ്രേസ് അറ്റ് ആംസ് ലെങ്ത് കറക്റ്റ്ലി യൂസ്ഡ്. അറ്റ് ആംസ് ലെങ്ത് കറക്റ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന ഫ്രേസ് ഏതാണ്, സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. He threw the stone at arm's length. No one knows him at arm's length. He was given an arm's length of advice. He was advised to keep his old friends at arm's length. So arm's length ന്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് ഇതിന് 4 സെന്റൻസും പോസിബിൾ ആണെന്ന് തോന്നും. So it actually means avoid intimacy. അടുപ്പം ഒഴിവാക്കുക എന്നുള്ളതാണ് at arm's length എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അവോയ്ഡ് ഇന്റിമസി വരുന്നത് ഓപ്ഷൻ ഡി മാത്രമാണ് വരുന്നത്. ഹി വാസ് അഡ്വൈസ്ഡ് ടു കീപ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് അറ്റ് ആംസ് ലെങ്ത്. അതായത് ഓൾഡ് ഫ്രണ്ട്സിനോട് അടുപ്പം കാണിക്കാതിരിക്കുക, അവരുമായിട്ട് അടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ബാക്കി ഒന്നും തന്നെ ഈ ഒരു സെന്റൻസിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. യൂസേജ് തെറ്റാണ്. അറ്റ് ആംസ് ലെങ്ത്തിന്റെ ഫ്രേസിന്റെ യൂസേജ്, ഇഡിയത്തിന്റെ യൂസേജ് തെറ്റാണ്. സോ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. This is a totally different way of asking
ഇഡിയം. സാധാരണ നമ്മളൊരു ഇഡിയം ചോദിച്ചിട്ട് ആ ഇഡിയമിന്റെ മീനിങ് 4 ഓപ്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് അത് സെന്റൻസിൽ യൂസ് ചെയ്തിട്ട് ആ യൂസ് ചെയ്ത രീതിയിലാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് കുറച്ചും കൂടി നല്ല അറിവ് വേണം, കാരണം സെന്റൻസ് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, ആൻഡ് ഇറ്റ് പുട്സ് യു ഇൻ കൺഫ്യൂഷൻ ഓൾസോ. ഇത് ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മീനിങ് പറയുന്നതിനേക്കാളും ഇത്രയും കൂടി കൺഫ്യൂഷൻ ആയിരിക്കും ഇങ്ങനെ സെന്റൻസ് വരുമ്പോൾ. I wish dash would rain. So options നമുക്ക് നോക്കാം. It, they, the, today. So answer വരുന്നത് I wish it would rain എന്നുള്ളതാണ്. I wish it would rain. They would rain doesn't make any sense. Now, next one, let us see. 9th one. Pick the error in the underlined parts of the following sentence. No, there are no sugar in the house. So the problem is there are no sugar. There കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന verb എന്ന് പറയുന്നത് നെക്സ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചാണ് വരേണ്ടത്. ഷുഗർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് നമുക്കറിയാം they are used in the singular form. So you cannot use there are. You can only say there is no sugar in the house. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. എറർ എവിടെ ഏത് പോർഷനിലാണ് എറർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെക്ഷൻ ബി, ഓപ്ഷൻ ബിയിലാണ് എറർ വരുന്നത്. Now we'll see question number 10. We went to visit them last year. So ഇത് question tag ആണ്. We went to visit them last year, comma അല്ലേ എന്നുള്ള രീതിയിൽ വരുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. Had we, did we, didn't we, hadn't we. So went എന്ന് പറയുന്നത് it is actually did plus go. So the sentence is in positive sentence ആണ്. The sentence is positive. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? Didn't. Negative tag കൊടുക്കണം, didn't കൊടുക്കണം. Subject is we. So it is didn't we. 11th one, pick the odd one out of the following. Fascinate, charm, allure, magnify. ഇതിൽ ഫാസിനേറ്റും ചാമും അലിയോറും ഒരേ മീനിങ് ആണ്. ബീങ് വെരി അട്രാക്റ്റീവ്, ചാമിങ് എന്നുള്ള അർത്ഥത്തിൽ. മാഗ്നിഫൈക്കാണ് മറ്റൊരു മീനിങ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓഡ് വൺ, ഓപ്ഷൻ ബി ആണ്. 12th one നോക്കാം. He is so proud that he will not beg. This sentence can be expressed thus. He is too proud a beggar. He is so proud a beggar. He is as proud as a beggar. He is too proud to be a beggar. അപ്പൊ നമുക്ക് സെന്റൻസിന്റെ മീനിങ്, സെൻസ് കറക്റ്റ് ആയിരിക്കണം, സെയിം സെൻസ് തന്നെ ആയിരിക്കണം, ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ വരുന്ന കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹീസ് ടു പ്രൗഡ് ടു ബി എ ബെഗർ. ഹീസ് ടു പ്രൗഡ് ടു ബെഗ് എന്ന് നമുക്ക് എഴുതാം, പക്ഷെ ആ ഓപ്ഷൻ ഇതിനകത്തില്ല. സോ ഹീസ് ആസ് പ്രൗഡ് ആസ് എ ബെഗർ, ദാറ്റ്സ് റോങ്, സെൻസ് കറക്റ്റ് അല്ല. ഹീസ് സോ പ്രൗഡ് എ ബെഗർ, ഗ്രാമാറ്റിക്കലി ശരിയല്ല. ഹീസ് ടു പ്രൗഡ് എ ബെഗർ ഇസ് ഓൾസോ നോട്ട് റൈറ്റ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ഒന്ന് നോക്കാം. They gave him up for dead. The sentence means they sacrificed him alive. They dedicated his life to the memory of dead people. They gave up all hope for his life. They knew he was dead. So ഇതിനകത്ത് നമ്മൾ നോക്കുക, gave him up. Give somebody up എന്ന് പറഞ്ഞാൽ you give all the hope. You give up hope എന്നുള്ള അർത്ഥത്തിലാണ്. Give up hope. പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് give up hope. So ആ രീതിയിൽ വരുന്നത് they gave up all hope for his life. അതായത് ഇനി അങ്ങനെ ഒരു പ്രതീക്ഷയില്ല അയാൾ തിരിച്ചു വരും എന്നുള്ളത്. അതിനർത്ഥം they knew he was dead എന്നല്ല. ഈ gave up hope എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങനെയാണ് എഴുതേണ്ടത്. They gave up all hope for his life. 14th one നോക്കൂ. Identify the error in the underlined parts of the following sentence. France is an European country as is the Netherlands. The Netherlands is correct. നെതർലാൻഡ്സിന് മുമ്പിൽ നമ്മൾ the ചേർക്കും. But this is a glaring mistake. നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫ്രാൻസ് ഈസ് ആ യൂറോപ്യൻ കൺട്രി എന്നാണ് പറയുന്നത്. യാ, ഇറ്റ് ബിഗിൻസ് വിത്ത് യാ സൗണ്ട് ആൻഡ് ബിഫോർ യാ യു യൂസ് വാട്ട്? എ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ എ യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിയിലാണ് എറർ വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് ഐ ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 2003. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 4,
till, since, in. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് since ആണ്. ബിക്കോസ് since പ്ലസ് നമ്മൾ ഉപയോഗിക്കുന്നത് point of time ആണ്. ഫോറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് period of time ആണ്. So since is your answer. I've been living here since 2003. 16th നമുക്ക് നോക്കാം. De facto means. De facto എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? De facto means in fact, really, real എന്നുള്ള അർത്ഥത്തിൽ in fact. അല്ലാതെ in quote deceased ആയിട്ട് യാതൊരു ബന്ധവും ഇതിന് വരുന്നില്ല. Now pick the euphemism from the following. So euphemism എന്നുള്ള വേർഡിന്റെ മീനിങ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. Euphemism is using a mild word for a harsh thing. ഒരു കുറച്ചും കൂടി സൗമ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു വേർഡ് യൂസ് ചെയ്യണം. സംഗതി ഭയങ്കര ഹാർഷ് ആണ്, അല്ലെങ്കിൽ പെയിൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേർഡ് ആയിരിക്കാം. പക്ഷെ അതിന് നമ്മൾ കുറച്ചും കൂടി മൈൽഡ് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ യൂഫമിസം എന്ന് പറയുന്നത്. ഓപ്ഷൻസ് നോക്കാം. പാസ്, പാസ് ഓവർ, പാസ് അപ്പ് ആൻഡ് പാസ് അവേ. ഇതിൽ പാസ് അവേ ആണ് നമ്മുടെ യൂഫമിസം. ബിക്കോസ് പാസ് അവേ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂഫമിസം ഫോർ ഡെഡ്. മരണം, മരിച്ചു എന്നുള്ളതിന്റെ ഒരു യൂഫമിസം ആണ് പാസ് അവേ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് കൺസിഡേർഡ് ഒരു ഹാർഷ് വേർഡ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. പാസ് അവേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മൈൽഡ് വേർഡ് ആണ്. സോ ദാറ്റ് ഇസ് ദി യൂഫമിസം. 18th one നമുക്ക് നോക്കാം. Just as we discipline and test our knowledge, we also dash to learn to control our passions. Fill in the blanks choosing from the options given below. Have, had, has, will. So just as we discipline and test our knowledge, we also have to learn. So we must എന്നുള്ള അർത്ഥത്തിൽ we also have to learn to control. വീട് കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹാസ് എന്തായാലും റൂൾഡ് ഔട്ട് ആണ്. ബിക്കോസ് ഹാസ് വീട് കൂടെ പോവില്ല. വി ഓൾസോ വിൽ ടു ലേൺ ഈസ് ഓൾസോ നോട്ട് എ പ്രോപ്പർ വേ ഓഫ് യൂസിങ്. പിന്നെ വി ഓൾസോ ഹാഡ് എന്ന് നമുക്ക് സെന്റൻസിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ വി യൂസ് ഹാവ്. സോ വീട് കൂടെ ഹാവ്. വി ഓൾസോ ഹാവ് ടു ലേൺ ടു കൺട്രോൾ അവർ പാഷൻസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 19. When Mark Antony said, "Lend me your ears," he meant, show your courage by giving up your ears, give me the best years of your life, give me your best crops of corn, listen carefully to me. So ഇവിടെ മാർക്ക് ആന്റണി എന്താ ഉദ്ദേശിച്ചെന്നുള്ളതാണ്. ആ ഉദ്ദേശിച്ചത് തന്നെ അവർ 4 ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. So did Mark Antony literally mean to give up your ears? അതോ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്? സോ അത് ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. സോ ഓപ്ഷൻ ബി എന്തായാലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. സോ ദെൻ ഗിവ് യുവർ ബെസ്റ്റ് ക്രോപ്സ്. സോ അതുമല്ല. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ലിസൺ കെയർഫുള്ളി. ലെൻഡ് മീ യുവർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ലിസൺ കെയർഫുള്ളി ടു മീ, ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. 20th question നമുക്ക് നോക്കാം. The two presidents are signing the treaty. Choose the option which best expresses the meaning of this sentence. Options നമുക്കൊന്ന് നോക്കാം. The treaty has been signed by the two presidents. The treaty is being signed by the two presidents. The treaty will be signed by the two presidents. The treaty is signed by the two presidents. Question എന്താണ്? The two presidents are signing the treaty. ഈ ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് വോയിസ് ചേഞ്ച് ആണ് പറയുന്നത്. വോയിസ് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. എവിടെയും അവർ മെൻഷൻ ചെയ്തിട്ടില്ല ചേഞ്ച് ദ വോയിസ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടുന്നത്. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആർ സൈനിങ് നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം വോയിസിൽ? ഇറ്റ് ഇസ് ഈസ് ബീങ് സൈൻഡ് അല്ലെങ്കിൽ ആർ ബീങ് സൈൻഡ് ആണ് ആക്കുന്നത്. ട്രീറ്റി ആയതുകൊണ്ട് തന്നെ ഈസ് ബീങ് സൈൻഡ് ആണ്. സോ വോയിസ് പഠിച്ച ഒരാൾക്ക് അറിയാം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ട്രീറ്റി ഈസ് ബീങ് സൈൻഡ് ബൈ ദി ടു പ്രസിഡന്റ്സ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 ഒന്ന് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 21 മുമ്പ് നമ്മൾ പാസേജ് ഒന്ന് വായിച്ചു നോക്കണം. As for us, we are quite fortunate, luckier than millions of people. It is quite unsafe here and we are using our money to buy food. We are so selfish that we talk about after the war and look forward to new clothes and shoes.
when actually we should be saving every penny to help others when the war is over, to salvage whatever we can. The children in the neighborhood run around in their shirts and wooden shoes. They have no coats, no caps, no stockings, and no one to help them. Knowing on a carrot to still their hunger pangs, they walk from their cold houses through cold streets to an even colder classroom. Things have gotten so bad in Holland that hordes of children stop passers-by in the streets to beg for a piece of bread. I could spend hours telling you about the suffering the war has brought, but I would only make myself more miserable. All we can do is wait as calmly as possible for it to end. Jews and Christians alike are waiting. The whole world is waiting, and many are waiting for death. നമുക്ക് questions നോക്കാം. So there are different ways of reading a comprehension. ചില ആൾക്കാർ ക്വസ്റ്റ്യൻസ് വായിച്ച് കഴിഞ്ഞതിന് ശേഷം 10 ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യുന്നുണ്ട് ഈ പാസേജിനെ. അപ്പൊ അത് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം പാസേജ് വായിക്കുന്നവരുണ്ട്. പക്ഷെ പാസേജ് ചെറുതാണെങ്കിൽ, ഇത് ഈ ഒരു പാസേജ് ചെറുതാണ്, ഇതുപോലെയുള്ള പാസേജ് ആണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു റീഡ് ദ പാസേജ് ആൻഡ് ദെൻ ആൻസർ. എന്ന് മാത്രവുമല്ല, ഇതുപോലെയുള്ള വൊക്കാബുലറി അതിനകത്ത് കാണും, വേർഡ്സ് കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പാസേജ് വായിച്ചിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിലപ്പം ഫസ്റ്റ് റീഡിങ്ങിൽ കിട്ടിയില്ല എന്ന് വരും. ഒരു റൗണ്ട് റീഡിങ്, അതായത് ഫസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ പാസേജ് വായിച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് വായിക്കേണ്ടി വരും. അന്നേരം മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതൊന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിരിക്കണം. So let us see this one. We are quite fortunate. Pick another word from the options given to replace quite. So spelling നോക്കുക. Quite എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Quite. So it is quite എന്ന് പറയുന്നത് ഈ സ്പെല്ലിംഗ് ആണെങ്കിൽ this means silence. Okay. Options നോക്കാം. Never, neither, rather, quite. So we are quite fortunate എന്ന് പറഞ്ഞാൽ we are rather fortunate comparatively എന്നുള്ള അർത്ഥത്തിൽ. So നമ്മുടെ ആൻസർ വരുന്നത് rather ആണ്. We are quite fortunate means we are rather fortunate. Next, same passage in the next question namukku nokam. Why does the speaker claim to be selfish? The speaker has bought new clothes and shoes. The speaker has forgotten about the war. He or she thinks the war will never end. She or he is not saving money to help others. Speaker പുതിയ clothes വാങ്ങിയിട്ടുണ്ട്, bought new clothes and shoes. Correct ആണ്. The speaker has forgotten about the war. Almost, കാരണം after the war എന്നാണ്. But the larger question അവർ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? We are not saving money. He or she is not saving money to help others. Because we are so selfish and look forward when actually we should be saving every penny എന്നാണ് പറയുന്നത്. That is the അത്രയും എക്സാമ്പിൾസ് പറഞ്ഞിട്ട് പറയുന്നത് അങ്ങനെയാണ്. ഓരോ പെന്നിയും നമ്മൾ സേവ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് സാൽവേജ് ചെയ്യാൻ പറ്റുള്ളൂ, സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വാട്ട് എവർ റിസോഴ്സസ് ഇസ് ലെഫ്റ്റ്, ആ റിസോഴ്സസിനെ നമ്മൾ റിക്കവർ ചെയ്യണമെങ്കിൽ ആ സമയം, യുദ്ധം കഴിയുന്ന സമയമാകുമ്പോഴേക്കും പൈസ ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഇസ് ദ ബേസിക് കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഓപ്ഷൻസ് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ ഏത് പാരഗ്രാഫിലാണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. 23rd one, the word salvage towards the end of the first paragraph means. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാൽവേജ് എവിടെയാണ്, പ്ലേസ്മെന്റ് പറഞ്ഞിട്ടുണ്ട് towards the end ആണ്. എന്താ ഉദ്ദേശിക്കുന്നത്? കവർ, റിക്കവർ, ഫൈറ്റ്, ഫിയർ. സോ സാൽവേജ് ഇസ് ടു സേവ് ഓർ ടു റിക്കവർ. ഉണ്ടായിരുന്ന റിസോഴ്സ് റിക്കവർ ചെയ്യുക, സേവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. നെക്സ്റ്റ് വൺ, what do the children in the neighborhood lack most? എന്താണ് ലാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണ്ടു അവർക്ക് കോട്ട്സ് ഇല്ല. they have no coats, no caps. സെക്കൻഡ് പാരഗ്രാഫിൽ അത് പറയുന്നുണ്ട്. No coats, no caps, no stockings, no one to help them, and they are gnawing on a carrot. A carrot കടിച്ചുകൊണ്ടിരിക്കുവാണ്. ഹങ്കർ പാങ്സ് സ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ക്വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. And they walk from cold houses. Things have gotten so bad in Holland that hordes of children stop passers-by in the street to beg for a piece of bread. So basically they don't have food. Food ഇല്ല എന്നുള്ളതാണ്. So what do the children in the neighborhood lack most? ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് എന്താണ്? It is food. ഷൂസോ ഷർട്ട്സോ സ്കൂൾസോ ഒന്നുമല്ല, ഭക്ഷണം ഇല്ല എന്നുള്ളതാണ്. So that is the answer.
ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വേർഡ്സിന്റെ മീനിങ് നമുക്ക് അറിയണം എന്നില്ല. ഇപ്പൊ പല വേർഡ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഹോട്ട്സ് ഓഫ്, അതേപോലെ തന്നെ പാങ്സ് അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയുന്നതിന്റെ വേർഡിന്റെ മീനിങ് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നില്ല. ആ സെന്റൻസിൽ അല്ലെങ്കിൽ ആ പാസേജിൽ ആ ഒരു ഫ്ലോയിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാകും. ദാറ്റ് ഈസ് ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാസേജ്. അല്ലാതെ ആ വേർഡിന്റെ മീനിങ് കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് ഏകദേശം ഊഹിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇനഫ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇനീഷ്യൽ ലെറ്റർ ഇൻ ദ വേർഡ് നോ ഇസ് പ്രൊനൗൺസ്ഡ്. ശരിക്കും പ്രൊനൗൺസിയേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതും ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജനറലി ഒരു എക്സാമിന് കാണാത്ത ടൈപ്പാണ്. കാരണം നോയുടെ പ്രൊനൗൺസിയേഷൻ, നോ എന്ന് പറയുന്ന വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രം അറിഞ്ഞാൽ പോരാ, ഈവൻ അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിന്റെ പ്രൊനൗൺസിയേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ആസ് ഇൻ ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. സോ ജി, ഗ്രേറ്റ്, ഗ. ജെന്റിൽ, സോ ജി ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ജ. സിംഗ്, സിംഗ് സൗണ്ട് ആണ് ജി വരുന്നത്. ആൻഡ് സൈൻ, സൈനിൽ ജി പ്രൊനൗൺസേ ചെയ്യുന്നില്ല. സോ ഇൻഫാക്ട് നോയില് ജി പ്രൊനൗൺസ് ചെയ്യുന്നില്ല, നമ്മൾ നേല് തുടങ്ങുവാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ജി എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? ഇനീഷ്യൽ ലെറ്റർ ആണ്. ഇനീഷ്യൽ ലെറ്റർ ഇസ് ജി. ജി എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്? ജി പ്രൊനൗൺസ് ചെയ്യുന്നില്ല. സോ ജി ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഇൻ സൈൻ. 26th one, the word still in the expression to still their hunger. To still their hunger എന്ന് പറയുന്നത് still എന്ത് പാർട്ട് ഓഫ് സ്പീച്ച് ആയിട്ടാണ് യൂസ് ചെയ്തെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. a verb, an adverb, a noun, an adjective. ശരിക്കും സ്റ്റിൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഏത് രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ വേർബ് ആയിട്ടാണ്. ക്വൈറ്റൻ എന്നുള്ള അർത്ഥത്തിൽ ശാന്തമാക്കുക, പാസിഫൈ ചെയ്യുക, ഹങ്കറിനെ പാസിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ദിസ് ഇസ് യൂസ്ഡ് ആസ് എ വേർബ്. 27th one, the word pangs indicates. ടൈം ആണോ? നമുക്ക് ആ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത് ടൈം അല്ല എന്നുള്ളത്. വെദർ ആണോ? ഹങ്കർ വെദർ, ഹങ്കർ പാങ്സ്. ഫീലിംഗ്സ്, ബ്രെഡ്. സോ ഇത് ഈ ഓപ്ഷൻ എ ബി ഡി ഡസന്റ് മേക്ക് എനി സെൻസ്. ഇൻഫാക്ട് ഫീലിംഗ്സ് ആണ് ആൻസർ. അതിന് പാങ്സിന്റെ മീനിങ് അറിയണം. പാങ്സ് എന്ന് പറയുന്നത് ഒരു ഷാർപ്പ് പെയിൻ ആണ്. ആക്ച്വലി ഇറ്റ് ആക്ച്വലി മീൻസ് എ ഷാർപ്പ് പെയിൻ. ഷാർപ്പായിട്ടുള്ള ഫീലിങ്സിനെയാണ് നമ്മൾ പാങ്സ് എന്ന് പറയുന്നത്. സോ അതേ മീനിങ് അല്ല ഇവിടെ എന്തായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് 28th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് അക്കോർഡിംഗ് ടു ദ സ്പീക്കർ ഇസ് ദ ഓൺലി കോഴ്സ് ഓഫ് ആക്ഷൻ. എന്ത് കോഴ്സ് ഓഫ് ആക്ഷൻ വേണം സ്വീകരിക്കാൻ? വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഇസ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ? സോ ദാറ്റ് ഇസ് മെൻഷൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പാസേജ്. ഓൾ വി ക്യാൻ ഡു ഇസ് വെയിറ്റ്. സോ ടു ഫൈറ്റ് ആണോ? ടു ഹെയ്റ്റ് ആണോ? ടു ബെഗ് ആണോ? അല്ല, ഇറ്റ് ഇസ് ടു വെയിറ്റ്. വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് 29th ക്വസ്റ്റ്യൻ നോക്കാം. വൈ ആർ ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസ് മെൻഷൻ ഇൻ ദ ലാസ്റ്റ് സെന്റൻസ്? എന്തിനാണ് ജ്യൂസ് ആൻഡ് ക്രിസ്ത്യൻസിനെ മെൻഷൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നമ്മൾ വായിച്ചു നോക്കണം നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ. നിങ്ങൾ ഒരു പക്ഷേ ഇത് ഈ ബുക്ക് തന്നെ വായിച്ചിട്ടുണ്ടാകും. ഇത് ആൻ ഫ്രാങ്കിന്റെ ഡയറിയിൽ നിന്നും എടുത്ത പാസേജ് ആണ്. ദ ഡയറി ഓഫ് എ യങ് ഗേൾ, അതിൽ നിന്ന് എടുത്തൊരു പാസേജ് ആണ്. ബട്ട് നമുക്ക് തന്നിരിക്കുന്ന പാസേജസിൽ നിന്നുമുള്ള ആൻസർ മാത്രമേ നമ്മൾ എഴുതാവൂ. അതിനപ്പുറത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. ഇതിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു എന്നാണ് ചോദ്യം. സോ ഡോണ്ട് ഇന്റർപ്രറ്റ്, കൂടുതലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യരുത്, ആൻസർ തെറ്റിപ്പോകും. സോ ലെറ്റ് us see this one. Choose the most appropriate of the options below. Jews and Christians are on opposite sides in the war. Jews and Christians are fighting each other. രണ്ടും ഒന്ന് തന്നെയാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആണെങ്കിൽ they should be fighting each other. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഇത് രണ്ടുമല്ല. ഏതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റത് തെറ്റായി പോവില്ലേ? ഇത് രണ്ടുമല്ല. നെക്സ്റ്റ്, they are on the same side in the war. അതിനുള്ള സാധ്യതയുമില്ല. ബിക്കോസ് they are on the same side എന്നുള്ളത് doesn't make any sense. Let us see the next നാലാമത്തെ option. Jews and Christians are hoping for the end of the war. So this makes sense. They are waiting for the war to end. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 30th question നോക്കാം. ചൂസ് ദി ഓപ്ഷൻ വിച്ച് ഇസ് ദി ആന്റണിം. വേർഡ് കൃത്യമായിട്ട് വായിക്കുക, ഡയറക്ഷൻ കൃത്യമായിട്ട് വായിക്കുക. ആന്റണിം ഓഫ് ദ വേർഡ്: ഫെബിനിസം, ഫെമിലിയൻ, മാർക്സിസം ആൻഡ് ഓൾട്രൂയിസം.
Egoism is self-love. So അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് altruism ആണ്, where you help others a lot. ഒരുപാട് സഹായിക്കുക മറ്റുള്ളവരെ. So altruism ആണ് ആൻസർ വരുന്നത്. So that is it. We have completed the 30 questions. The 30 questions എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ വർഷം അങ്ങനെയല്ല. ഈ വർഷം you get more questions. ഈ വർഷം you get 50 questions. 50 questions ആണ് നമുക്ക് ഇംഗ്ലീഷ് പോർഷൻസ് നിന്ന് വരുന്നത്. 50 questions ആണ്. So half of the question paper ഇംഗ്ലീഷ് ആയിരിക്കും എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. Okay.